ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിങ്ങിന് ഇനി കൂടുതൽ സമയം. സ്വാഗതം Profit24 ഡെയിലി റൗണ്ടപ്പിലേക്ക്. ഇക്വിറ്റി ഡെറിവേറ്റീവുകളായ ഓപ്ഷൻ്റെയും ഫ്യൂച്ചേഴ്സിൻ്റെയും ട്രേഡിംഗ് സമയം 10 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓഗസ്റ്റ് 3 മുതൽ വൈകിട്ട് 3:40 ഡെറിവേറ്റീവ് ട്രേഡുകളുടെ ക്ലോസിംഗ് സമയം. രാവിലത്തെ പ്രീ ഓപ്പൺ സെഷൻ, ട്രേഡ് മോഡിഫിക്കേഷൻ വിൻഡോ എന്നിവയ്ക്ക് മാറ്റമില്ല. ഇക്വിറ്റി ക്യാഷ് മാർക്കറ്റിൽ 3:15 മുതൽ 3:35 വരെയുള്ള ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഡെറിവേറ്റീവുകളുടെ ക്ലോസിംഗ് സമയം നീട്ടിയത്. കമ്പനികൾക്ക് ഇനി മുതൽ തങ്ങളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൻ്റെ ഒരു ഭാഗം സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റുകളിൽ നിക്ഷേപിക്കാം. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നടപ്പാക്കിയ ഭേദഗതി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സാമൂഹ്യ സേവന സ്ഥാപനങ്ങൾക്ക് ഗുണകരമാവും. കമ്പനികൾക്ക് CSR ഫണ്ടിൻ്റെ 10% ഇപ്രകാരം NBOകളുടെ സീറോ കൂപ്പൺ, സീറോ പ്രിൻസിപ്പൽ ഇൻസ്ട്രുമെൻറ്റുകളിൽ നിക്ഷേപിക്കാം. ZC/ZP തങ്ങൾക്ക് ലഭിക്കുന്ന നിക്ഷേപങ്ങൾക്ക് പകരം പണമോ പലിശയോ നൽകാറില്ല. ഫണ്ട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുക. ഇന്ധനവിലക്കയറ്റവും മറ്റ് നഷ്ടങ്ങളും മൂലം വലയുന്ന ബജറ്റ് വിമാന കമ്പനി സ്പൈസ് ജെറ്റിന് കൂടുതൽ തിരിച്ചടി. മാസങ്ങളോളം GST റിട്ടേൺ ഫയൽ ചെയ്യാത്തതിന് 124.65 കോടി രൂപ നികുതിയായി ഉടൻ അടയ്ക്കാൻ GST വകുപ്പ് കമ്പനിയോട് ആവശ്യപ്പെട്ടു. സ്പൈസ് ജെറ്റിൻ്റെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതും പരിഗണനയിലുണ്ട്. പണപ്പെരുപ്പത്തിൻ്റെയും ശരാശരിയിലും താഴ്ന്ന മൺസൂണിൻ്റെയും ആശങ്കയ്ക്കിടെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ജാഗ്രതയും ചെറുത്തുനിൽപ്പും കാണിക്കുന്നുണ്ടെന്ന് ധനകാര്യ മന്ത്രാലയം. മേയിലെ പ്രതിമാസ സാമ്പത്തിക അവലോകനത്തിലാണ് നിരീക്ഷണം. സേവനങ്ങളുടെ ശക്തമായ കയറ്റുമതിയും മതിയായ വിദേശ നാണ്യ ശേഖരവും സുസ്ഥിരമായ തൊഴിൽ വിപണിയും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് കരുത്തുറ്റ അടിത്തറ നൽകുന്നുണ്ട്. ആഗോള എണ്ണവില വർധനയും രൂപയുടെ മൂല്യമിടിവും മൺസൂൺ കുറയുമെന്ന പ്രവചനങ്ങളുമാണ് സമ്പദ്വ്യവസ്ഥ നേരിടുന്ന ആശങ്കകളെന്നും ധനമന്ത്രാലയം പറയുന്നു. ഇറാൻ സംഘർഷത്തിന് പരിഹാരമുണ്ടാക്കാനുള്ള ചർച്ചകൾ അന്തിമഘട്ട തടസ്സങ്ങളിൽ തട്ടി നിൽക്കുകയാണ്. US പ്രസിഡന്റ് ട്രംപ് സിറ്റുവേഷൻ റൂമിൽ 2 മണിക്കൂർ ഉന്നതതല ചർച്ച നടത്തിയെങ്കിലും കരാർ പ്രഖ്യാപനം ഒഴിവാക്കി. ഹോർമുസിന്റെ നിയന്ത്രണവും ഇറാന്റെ കൈവശമുള്ള ആണവ ഇന്ധനവുമാണ് ഇപ്പോഴും തടസ്സമായി നിൽക്കുന്നത്. USന് വിശ്വാസമില്ലെന്ന പല്ലവി ഇതിനിടെ ഇറാൻ ആവർത്തിച്ചു. ഇറാൻ സംഘർഷം ഉടനെ പരിഹരിക്കുമെന്ന പ്രതീക്ഷയിൽ എണ്ണവില കുറയുകയാണ്. ബ്രന്റ് ക്രൂഡ് വില 1.7% താണ് $91.12 USWTI ക്രൂഡ് വില $87.36 വീണു. അതേസമയം വെള്ളിയാഴ്ച ശക്തമായി മുന്നേറിയ അന്താരാഷ്ട്ര സ്വർണ്ണവിലയിൽ ഇടിവ് കണ്ടു. സ്വർണ്ണവില ശനിയാഴ്ച ഔൺസിന് 0.58% ഇടിഞ്ഞ് $4,516. കേരളത്തിൽ 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 14,395 രൂപയായി. പവന് 440 രൂപ കുറഞ്ഞ് 1,15,160 രൂപയാണ് ഇന്നത്തെ വില.